പാട്ടുരാക്കൽ ദേശത്തിൽ നിന്നാണ് അരുൺ ആലത്തൂർ വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വിയൂർ യുവജന സംഘത്തോടൊപ്പം കിരൺ കുമാർ കൂടി ചേരുകയാണ്. കിരൺ, ഈ പുലിമടയിലെ ഒരുക്കങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര കണ്ടാലും മതിവരാത്ത ആ ഒരു കാഴ്ചയിലേക്കാണ് ശക്തൻ്റെ തട്ടകം പോകുന്നത്. പുലികൾ ഈ പുലിമടയിൽ നിന്നും ഇറങ്ങി ഈ തൃശ്ശൂർ നഗരം അപ്പാടെ കീഴടക്കുന്ന ഒരു മനോഹരമായ കാഴ്ച. ആ കാഴ്ചയിലേക്കുള്ള ഒരുക്കങ്ങൾ വിയൂർ യുവജന സംഘത്തിൻ്റെ ഭാഗത്ത് നിന്നും എങ്ങനെ പുരോഗമിക്കുന്നു? KP, ഇനി തൃശ്ശൂർ കീഴടക്കാനായിട്ട് ഈ പുലികൾ ഇറങ്ങാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇപ്പോഴും ഈ പുലികൾ തയ്യാറാവുന്നതിൻ്റെ അവരുടെ ഒരുക്കങ്ങളൊക്കെ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. KP സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാൻ നിൽക്കുന്നത് വിയൂർ യുവജന സംഘത്തിൻ്റെ പുലിമടയിലാണ്. ഇവിടെ വലിയ പുലികളൊക്കെ തയ്യാറാവുന്നത് കാഴ്ചകൾ നമുക്ക് കാണാം. ഒരു വലിയ പുലി, ഈ പുലിയുടെ ഒരു ഭംഗി എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ ഒരു ശരീരം, ആ വയറാണ് എപ്പോഴും നമ്മൾ കാണാറുണ്ട്. ആ വയർ കുലുക്കിയാണ് ആ ഒരു പുലിയുടെ ഒരു ഗാംഭീര്യം എപ്പോഴും കാണാറുള്ളത്. അത്തരത്തിലൊരു വലിയൊരു പുലി തന്നെ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ചേട്ടാ, വളരെ എക്സ്പീരിയൻസ് ഉള്ളത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. എത്ര നാളായിട്ടുണ്ടാവും ചേട്ടൻ പുലിവേഷം ധരിക്കാൻ തുടങ്ങി? പുലിവേഷം 10-12 കൊണ്ടായി. ഈ വയറൊക്കെ എങ്ങനെ ഇതിനു വേണ്ടി പ്രത്യേകം തയ്യാറായിക്കണാണ്? അല്ലല്ല, ചേട്ടൻ പേരെന്തായിരുന്നു? പേര്? എൻ്റെ പേര് സുധീന്ന്. എങ്ങനെയാണ് ഈ നമ്മുടെ തയ്യാറെടുപ്പൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് എത്ര മണിക്കൂർ കൊണ്ട് ഇത് വരച്ച് തീരും? ഇത് 1 മണിക്കൂറോട് പിടിക്കും, 3-1.5 മണിക്കൂർ പിടിക്കും. എത്ര വരക്കാനായിട്ട് നിങ്ങൾ എത്ര കലാകാരന്മാർ? ഞങ്ങളിപ്പോൾ ഒരു 10-14 പേരുണ്ട്. അപ്പുറത്തെ 2 ഭാഗമായിട്ട് 14 പേരുണ്ട്. മൊത്തം വരച്ച് ഫിനിഷ് ഒരു 3-3:30 ആകുമ്പോഴേക്കും എല്ലാം ഫിനിഷായി ഇറങ്ങും. 4 മണിയോട് കൂടി ഇറങ്ങും എല്ലാവരും ഇറങ്ങും. ഏതായാലും നമ്മൾ ഈ പുലിയെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു യുവജന സംഘത്തിനെ കുറിച്ച് പറയാനായിട്ട് ഏതായാലും വേറെ കുറെ പുലികൾ കൂടിയുണ്ട്. ചേട്ടാ, ഇതെങ്ങനെയാണ്? ഇതിന്റെ ഒരു ആദ്യഘട്ടം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ? ഒരു ഔട്ട്ലൈൻ മാത്രമായിട്ടുള്ളപ്പോൾ ഇനി ബാക്കി എന്തൊക്കെ കൂടി വരച്ച് ചേർക്കാൻ? ഇനി ഇത് കൈയുണ്ട്, കാലുണ്ട്, പുറമുണ്ട്, ഇത് ഫിനിഷ് ചെയ്യാണ്ട് എല്ലാം തന്നെ. ഈ യുവജന സംഘത്തിന്റെ പുലികൾക്ക് നഖവും മുഖംമൂടി എന്തൊക്കെയോ പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞു കേട്ടായിരുന്നു. ഈ പ്രാവശ്യം ഷൂ ഉണ്ട്, കൈയൊറയൊക്കെ ഉണ്ട്. ഈ പ്രാവശ്യം എല്ലാം കൂടി ഞങ്ങൾ ഫുൾ സെറ്റപ്പിലാണ് ഈ പ്രാവശ്യം വിയൂർ സംഘം, യുവജന സംഘം. ഈ വിയൂർ സംഘത്തിന് ഞങ്ങള് തൃപ്പൂണിത്തുറയിൽ ചത്തച്ചമയത്തിന്റെ സമയത്ത് പരിചയപ്പെട്ടിരുന്നു. അപ്പൊ പറഞ്ഞത് ഇത്തവണ ട്രോഫി ഞങ്ങൾ നേടുന്ന. എങ്ങനെയാണ് അതിനുവേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും? എല്ലാ സെറ്റപ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. തൃപ്പൂണിത്തുറ തന്നെ ഞങ്ങൾ കീഴടക്കി. തൃശ്ശൂർ പുലികൾ അതുപോലെ ഇവിടെ തൃശ്ശൂരും. ഈ വയറുകൾക്ക് ഒരു ക്ഷേടമല്ലേ, കണ്ടില്ലേ? 150 കിലോ വയറ്. ഇതുപോലത്തെ പുലി തൃശ്ശൂരില്ലേ ഇനി ഈ വർഷമില്ല. നമ്മളുടെ ഈ സംഘത്തിൽ എത്ര പേരുണ്ട്? 51 പേര്. 51 പേരും പിന്നെ മറ്റ് മേളം എങ്ങനെ? 51 പുലികൾ, 40 മേളം, ഒരു ടേബിളോ, ഒരു പുലിവണ്ടി. നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആരായിരിക്കും? ചെറിയ പെൺകുട്ടിയുണ്ട്. ഏതായാലും ഈ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മറ്റ് പുലികളൊക്കെ തയ്യാറാകുന്നുണ്ട്. കുറേ എക്സ്പീരിയൻസ് ഉള്ള പുലികളുടെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ ഈ ചെറിയ പുലികൾ, വളരെ പ്രായം കുറഞ്ഞ പുലികളും ഉണ്ട്. എത്ര വർഷമായി? അദ്ദേഹം എന്തോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും വേറെയും കുറേ യുവാക്കളായിട്ടുള്ള പുലികളൊക്കെ ഉണ്ട്. ഓൻ എത്ര നാളായി ഈ പുലിവേഷത്തിൽ? ഞാൻ 6 കൊല്ലം. ചെറുപ്പമെന്ന് പറയാൻ പറ്റില്ല അല്ലേ? പ്രായം കൊണ്ട് കയറുന്നാണെങ്കിലും പുലിയിൽ എത്ര നാളായി? ആദ്യത്തോട്ട്. എന്താണ് ഒരു പുലിയായിട്ട് ഇറങ്ങാനായിട്ടാണുള്ളൊരു പ്രചോദനം? ആഗ്രഹമായിരുന്നു. ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു. ചെറുപ്പം തൊട്ട് ആഗ്രഹമായിരുന്നു പുലിവേഷം ധരിക്കണത്. അച്ഛൻ ഇടിയുണ്ട്, രാജു, 24 വർഷമായി. അച്ഛനും പുലിയാണ്. അപ്പൊ ഒരു വീട്ടിൽ 2 പുലിയുണ്ട് ഉണ്ട്. അച്ഛനിൽ നിന്ന് തന്നെയാണോ പ്രചോദനം വന്നത് കിട്ടിയത്? ഇതിനെങ്ങനെയായിരുന്നു അപ്പൊ ഈ ആദ്യമായിട്ട് പുലിവേഷം ധരിച്ചിറങ്ങാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പൊക്കെ എങ്ങനെയായിരുന്നു? വ്രതമൊക്കെ എടുത്തിരുന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തയ്യാറെടുപ്പ്? അങ്ങനെയൊന്നും എടുത്തിട്ടില്ല. അപ്പനെ വേഷിട്ടു. ഇപ്പൊ എങ്ങനെയാണ് ഒരു ഒരു എക്സൈറ്റ്മെന്റ് എങ്ങനെയാണ് പുലിയായിട്ട് ഇറങ്ങുമ്പോൾ ഉള്ളത്? ദോഷവും. വലിയൊരു സംഘം തന്നെയാണ് വിയൂർ യുവജന സംഘം. അവർ 2 ഭാഗത്തായിട്ട് തയ്യാറാവുന്നുണ്ട്. നേരത്തെ നമ്മൾ ചെന്നൊരു പുലി, അദ്ദേഹം നേരത്തെ ഒന്ന് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് നമ്മൾ പറഞ്ഞു വിട്ടാണ്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയാണ്? എത്ര നാളായി ഈ പുലിവേഷത്തിൽ? 15 കൊല്ലായി. പേരെന്തായാലും? രാഹുൽ. രാഹുലിന് എത്ര വയസ്സുണ്ട്? ഇപ്പോൾ 23 വയസ്സാണ്.
വളരെ ചെറുതിൽ തന്നെ തുടങ്ങി. അതെ അതെ. എങ്ങനെയാണ് നമ്മൾ ഈ കുടവയറൊക്കെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്? അത് ചെറുപ്പത്തിൽ തന്നെ നമുക്ക് ഇതിനോടുള്ളൊരു ഇൻട്രസ്റ്റ് വന്നു. പിന്നെ അച്ഛനായിട്ടുള്ള അതിൽ നമ്മളിങ്ങനെ അച്ഛൻ പുലിവേഷം കെട്ടിയപ്പോൾ നമുക്ക് അതിനോടുള്ള ഒരു ആഗ്രഹവും ഇൻട്രസ്റ്റും വന്നു. അപ്പം അച്ഛൻ ഇപ്പോൾ കൊറോണ വന്നിട്ട് 2021 മരണപ്പെട്ടു പോയി. അപ്പം അച്ഛൻ ഏകദേശം ഒരു 10-20 കൊല്ലത്തോളം 25 വർഷത്തോളമായിട്ട് പുലിവേഷം കെട്ടിയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് അതൊരു കണ്ടപ്പോൾ ഒരു ഇൻട്രസ്റ്റ് വന്നു. അങ്ങനെ ആദ്യമായിട്ടും വിയ്യൂർ ദേശത്തിന് തന്നെയാണ് ഞാൻ പുലിവേഷം കെട്ടിയിട്ടുള്ളത്. അങ്ങനെയാണ് അതിനെ ഒരു ഇൻട്രസ്റ്റും ഇതും വന്നത്. ഈ വിയ്യൂർ ദേശമല്ലാതെ വേറെ ഏതെങ്കിലും ദേശത്തിന് വേണ്ടി ഇടക്കാലത്ത് വിയ്യൂരാണ് കൂടുതലായിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. ഈ തൃശ്ശൂരിലെ പുലികൾ പുറത്തും പോകാറുണ്ട്, പുലികളി ഇതിപ്പോഴല്ലാണ്ട് അങ്ങനെ പുറത്തൊക്കെ പോകാറുണ്ട്? പുറത്ത് പോയിട്ടുണ്ട്. നമ്മൾ ബഹ്റിൻ, ദുബായ്, അതുപോലെ തന്നെ നമ്മൾ അത്തച്ചമയം അങ്ങനെ എല്ലാത്തിലും പുറത്ത് പോയിട്ട് വേഷം കെട്ടാറുണ്ട്. ഇപ്പം ഈ തയ്യാറെടുപ്പൊക്കെ ഇങ്ങനെ ഒരുങ്ങി ഇത് വരച്ചു കഴിഞ്ഞിട്ട് എത്ര നേരം? ഇനിയും വരക്കാനുണ്ടെന്ന് അറിയാം. എങ്ങനെയാണ് ഇത്? ഫിനിഷിംഗ് ആയിട്ടില്ല. ഇത് ഫസ്റ്റ് കോട്ട് മാത്രമായിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ളത് ഇത് കഴിഞ്ഞിട്ട് ഉണങ്ങിയതിന് ശേഷം ബാക്കിയെല്ലാം ഫിനിഷായി പിന്നെ കോട്ടടിച്ച് നമ്മളാണ് പുലി ഫുള്ളായിട്ടാവുക. എന്താ ഈ വയറൊന്ന് കുലുക്കി കാണിക്കാവോ? KP അദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ വളരെ ചെറുപ്പക്കാരനാണ്. എന്നാൽ തന്നെ കുറേ വർഷങ്ങളായിട്ട് പുലിവേഷം ധരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ നമുക്കങ്ങനെ നിരവധി പേരെ കാണാൻ സാധിക്കും. 51 പേരുടെ സംഘമാണ്. അതിൽ ചെറുപ്പക്കാരുണ്ട്, വളരെ വർഷങ്ങളായിട്ട് പുലിവേഷം ധരിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ യുവജന സംഘത്തിൻ്റെ ഒരു ഭാഗത്താണ്, അവർ വേഷം ധരിക്കുന്ന ഒരു സ്ഥലത്താണുള്ളത്. ഇത് തൊട്ടടുത്തുള്ള സ്ഥലത്തും ഇതേ രീതിയിൽ തന്നെ ഈ പുലി സംഘം തയ്യാറായിക്കൊണ്ട് ഇരിക്കുകയാണ്. ഏകദേശം വൈകിട്ട് 4 മണിയോടുകൂടി തന്നെ ഈ സംഘം ഇവിടെ നിന്നും പുറപ്പെടും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 40 പേരുടെ ഒരു മേള സംഘം കൂടി ഈ വിയ്യൂർ യുവജന സംഘത്തിനോടൊപ്പം ഉണ്ട്. കൂടാതെ ഒരു പെൺപുലി കൂടി ഈ സംഘത്തോടൊപ്പം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒരു നിശ്ചല ദൃശ്യങ്ങളുടെ ഒരു ടേബിളോ കൂടി ഏതായാലും ഈ പുലികളി സംഘത്തിൻ്റെ കൂടെ ഉണ്ട്. KP. യെസ്, ഏതായാലും പുലിമടയിൽ ഒരുക്കങ്ങൾ തകൃതിയാണ്. വിവിധ ഭാഗങ്ങളിലായി വിവിധ ദേശങ്ങളാണ് ഈ പുലിക്കളിക്ക് പുലികളെ ഇറക്കുന്നത്. ഏതായാലും വിയ്യൂർ യുവജന സംഘം ആ ഒരു പുലിമടയിൽ നിന്നാണ് കിരൺകുമാർ വിവരങ്ങൾ നൽകിയത്.